ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ചായ കുടിക്കാൻ പോയാലോ? ഒന്നുകിൽ നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്ന ആളായിരിക്കും. ഉന്മേഷം തരുന്ന ചായ, സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന ചായ, ബന്ധങ്ങൾക്ക് ദൃഢത വരുത്തുന്ന ചായ, ബിസിനസ്സായിട്ട് ചെയ്തു തുടങ്ങിയ നല്ല ലാഭം തരുന്ന ചായ. എന്നാൽ ലാക്ടോസ് അലർജി, ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് തൊടാൻ പാടില്ലാത്ത ചായ. സിഗരറ്റ് അഡിക്ഷൻ ആണ്, ഡ്രിങ്ക്സ് അഡിക്ഷൻ ആണ്, ഡ്രഗ്സ് അഡിക്ഷൻ ആണ്, പക്ഷെ ചായ അഡിക്ഷൻ അല്ല. അതൊരു ഉഷാറ് തരുന്നൊരു പാനീയമാണ്. ആണോ? അങ്ങനെയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അതായത് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ റീസണബിൾ ആണ്. നമ്മൾ കാണിക്കുന്നതിലൊന്നും തെറ്റില്ല. നമ്മളൊരിക്കലും തെറ്റ് ചെയ്യേയില്ല. ഇനി അഥവാ ചെയ്യുന്നുണ്ടോന്ന് റീചെക്ക് ചെയ്യാൻ ഒരു സാധ്യതയില്ല, താല്പര്യവും ഇല്ല. ഇതാണ് നമ്മുടെ മലയാളികളുടെ ഒരു മൈൻഡ്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവാം. എന്റെ കേസിൽ പാലൊഴിച്ച ചായ സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരം കുടിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ, കൊറോണയുടെ ഒരു പകുതി വരെ. അത് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ്ലി അത് ഒഴിവാക്കുകയും കട്ടനിലേക്ക് തിരിയുകയും ചെയ്തു. പിന്നീട് കട്ടനിൽ ചായപ്പൊടിയുടെ അളവ് കുറച്ച് കൊണ്ടുവന്ന് അത് ചൂടുവെള്ളമാക്കി മാറ്റിയ ഒരാളാണ് ഞാൻ. പിന്നീട് ചൂടുവെള്ളത്തിലും അഡിക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ഇടയ്ക്കൊരു ബ്രേക്ക് ഒക്കെ എടുക്കും. പക്ഷേ യാത്രകളിൽ ചായ മസ്റ്റാണ്. കട്ടനാട്ടോ. പാലൊഴിച്ച ചായ തീരെ കുടിക്കാറില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡെയിലി അകത്തേക്ക് ചെല്ലുന്ന പാല് നമ്മുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തെ തടസ്സപ്പെടുത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ്സ് അപ് ടു മീ. അങ്ങനെ 7:30 പുലർച്ചയ്ക്ക് ഒരു കട്ടൻ കുടിച്ചുകൊണ്ട് തുടങ്ങിയ യാത്രയാണ് ഇന്നത്തെ. ഒരു ദിവസത്തെ കിസ്മിസിലെ ആദ്യത്തെ കസ്റ്റമേഴ്സ് ഞങ്ങളായിരിക്കും. എറണാകുളത്തേക്കാണ് യാത്ര. ഒരു സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാന് കൂടി ലിസ്റ്റിലുണ്ട്. പ്ലാൻ വർക്കൗട്ട് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണിച്ചു തരാം. ആൻഡ് ഇഫ് യു ആർ എ ചായ ലവർ, ജസ്റ്റ് കമന്റ് ഇറ്റ്. അതെ ഗൈസ്, ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ്. കുറച്ച് വൈകിപ്പോയി, കുഴപ്പമില്ല, എത്തും. അവർ എണീക്കുമ്പോഴേക്കും എത്തും എന്നാണ് വിചാരിക്കുന്നത്. ഒരു ലൈം ടീ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാം.